إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ബഹുമാനമുള്ള വിശ്വാസികളെ പ്രപഞ്ചസൃഷ്ടാവും സംരക്ഷകനും എല്ലാം അറിയുന്നവരുമായ അല്ലാഹു സുബ്ഹാനഹു വതആല ആ റബ്ബിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിതത്തെ ധന്യമാക്കി നാളെ പരലോകത്തെ വിജയം കൈവരിക്കുന്ന എല്ലാ വിശ്വാസികളായി തീരാൻ പരിശ്രമിക്കണേ എന്ന് ചോദ്യത്തെ മറക്കാതെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അവന്റെ ഇഷ്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ ജീവിതത്തിന് അടുക്കും ചിട്ടയും ക്രമവുമില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. പരീക്ഷകളിലെ പരാജയങ്ങള്, കച്ചവടത്തിലെ തകർച്ചകള്, സാമ്പത്തിക പ്രതിസന്ധികള്, ആരോഗ്യ പ്രശ്നങ്ങള്, ഇതൊക്കെ അതിൻ്റെതായ ക്രമവും അടുക്കും ചിട്ടയും ഇല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്ന മേഖലയാണ്. ഇതേപോലെ തന്നെ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടും. ആയുസ് അവസാനിച്ച് നമ്മൾ യാത്രയാവും. വിലാപവും അതേപോലെ തന്നെ പ്രതിസന്ധിയും കടന്നു വരും. ആ വിലാപ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് അവസരം നഷ്ടപ്പെടുത്തിയെ കുറിച്ചാണ്. അവസരങ്ങൾ നൽകാനുമാണ്. فيقول الذين ظلموا ربنا أخرنا إلى أجل قريب نجب دعوتك ونتبع الرسل أولم تكونوا أقسمتم من قبل ما لكم من زوال. അവർ പറയുന്ന കാര്യത്തെ മനുഷ്യർക്ക് അവർക്ക് ശിക്ഷ വന്നെത്തുന്ന ഒരു വിലാപത്ത് ദിവസത്തെ പറ്റി അവർക്ക് താക്കീത് നൽകുക.
എന്നിട്ട് അക്രമം ചെയ്ത ആള് പറയുകയാണ്, ഞങ്ങൾ രക്ഷിതാവേ, അടുത്ത ഒരു അവധിയാതെ ഞങ്ങൾക്ക് നീ സമയം നീട്ടി തരണേ, എങ്കിൽ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകുകയും അതേപോലെ തന്നെ ദൂതന്മാർ നിങ്ങൾ പിന്തുണയും ചെയ്തു കൊള്ളാം. അവരും തഖൂലു അഖ്സംതും മിൻ ഖബ്ലു മാ ലകും മിൻ സവാൽ, നിങ്ങൾക്ക് മറ്റൊരു ലോകത്തേക്ക് മാറേണ്ടി വരില്ലെന്ന് നിങ്ങൾ സത്യം പേര് പറഞ്ഞിരുന്നു എന്നായിരുന്നു അവരോട് അല്ലാഹു തിരിച്ചു ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ താക്കീതുമായി കൊണ്ടാണ് ഈ ലോകത്തെ പ്രവാചകന്മാരെ അതുമായി ബന്ധപ്പെടുത്തി അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ ഒരുപാട് ആയത്തുകൾ നമുക്ക് വിലാപവുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. നമുക്കറിയുന്ന ആയത്താണ് قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها. അവിടെ അതിനെ ആവർത്തിക്കുന്ന വാക്കാണ്. ഒന്നും കൂടി ബന്ധിച്ചു തന്നിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടി നല്ല കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം എന്നൊക്കെ വിളിച്ചു പറയുന്ന വാക്കുകളാണ്. അവരെ പറഞ്ഞു പോകുന്ന വാചകം അത് തന്നെ അല്പസമയത്തേക്കെങ്കിലും നീട്ടി തന്നിരുന്നെങ്കിൽ അതില് ഒരിക്കലും നിർവഹിക്കാനോ ആഗ്രഹിക്കാനോ പ്രവർത്തിക്കാനോ ചെയ്യാനോ ഉള്ള ഒരു തൊരല്ലത്. വാസ്തവത്തിൽ എന്താണ്, ആയുസ് നീട്ടിക്കൊടുക്കുന്നതോറും അവന് തിന്മകളിലേക്ക് പോകാനുള്ള, അതല്ലെങ്കിൽ ആയുസ് നീട്ടിക്കൊടുത്താൽ നന്മ ചെയ്യാനുള്ള അവസരമായിക്കൊണ്ട് കാണേണ്ടതിന് പകരം പലപ്പോഴും അത് അവസരം ലഭിച്ചിട്ടും നമ്മള് പിന്നോട്ട് വലിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നരകം കാണുമ്പോൾ അവർ പറഞ്ഞ വാചകമാണ്, فقالوا يا ليتنا نرد ولا نكذب بآيات ربنا ونكون من المؤمنين. അവർ നരകത്തിൽ എന്താണ് നിർത്തപ്പെടുന്ന ആ ഒരു ദിവസം ഉണ്ടല്ലോ, ആ ഒരു രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ അപ്പോൾ അവർ പറയുന്നതാണ്, ഞങ്ങളുടെ റബ്ബിന്റെ കിട്ടാനങ്ങളെ ഞങ്ങൾ വ്യാജമാക്കാതിരിക്കുകയും ഞങ്ങൾ സത്യവിശ്വാസികൾ പെട്ടവരായി തീരുകയും ചെയ്യുമാറെ ഞങ്ങളൊന്നും അടക്കപ്പെട്ടിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അവരെ പറഞ്ഞു വാചകമാണ്. ഒരിക്കലും നിർവഹിക്കാൻ കഴിയാത്ത, നടപ്പാക്കാൻ കഴിയാത്ത ഒരു വ്യാമോഹമാണ് ആ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അവസരങ്ങളെ അത് അവസരോചിതമായി കൊണ്ട് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കലാണ് ഏറ്റവും കരണീയമായ മാർഗം എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്ത് സജ്ജതയുടെ കൊണ്ടും ആവർത്തിക്കുന്നുണ്ട്, عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. അവസരങ്ങൾ എമ്പാടും കിട്ടിയിട്ടും അവർ പറഞ്ഞുള്ള വാചകമല്ല, മുജ്രിമീങ്ങളായ ആളുകൾ, കുറ്റവാളികളായ ആളുകൾ നിങ്ങൾക്ക് കാണാം അല്ലാഹുവിന്റെ അടുക്കൽ വറ്റമുച്ചമാക്കിക്കൊണ്ട് നിൽക്കുന്ന രംഗം. അവർ പറഞ്ഞ വാചകം എന്താ? റബ്ബനാ, നിങ്ങളുടെ റബ്ബ് അബ്സർനാ, ഇപ്പൊ ഞങ്ങൾക്ക് നല്ല ഉൾക്കാഴ്ച ലഭിച്ചിട്ടുണ്ട്, ഇപ്പൊ ഞങ്ങൾ നേരിൽ കണ്ടത് മനസ്സിലായിട്ടുണ്ട്, വസമീന, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഫർജീന, നിങ്ങൾ മടക്കണേ, നഅമൽ സ്വാലിഹൻ, ഞങ്ങൾ എന്ത് ചെയ്തോളാം, നല്ല കർമ്മം ചെയ്തു കൊള്ളാം, ഇന്നാ മുഖിനൂൻ, ഇപ്പോൾ ഞങ്ങൾക്ക് ദൃഢമായി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ആ സമയത്ത് അവർ വിളിച്ചു പറയുന്നത്. ആ സമയത്ത് ആ വിലാപം ഉണ്ടായിട്ടെന്താ കാര്യം? അതുകൊണ്ട് ആ വിശ്വാസികള് ഈ ലോകത്ത് വെച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മെ കൃത്യമായി സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളെ പഠിപ്പിച്ചു തരുന്നതും നരകത്തിലെ വിലാപത്തിലും അതാണ്. അവിടെയും അതിന് നരകത്തിന്റെ ആഴത്തിൽ പെട്ടുപോയ നരകത്തിന്റെ ആഴം വിളിച്ചുകൊണ്ട് വാദം എന്താ? അവർ അവിടെ കണ്ട് അഭ്യസിക്കുക, ഇത് അല്ലാഹു വിളിക്കാണ്, ഞങ്ങളെ രക്ഷപ്പെടുത്തിക്കാട്ട്, പുറത്തേക്ക് ഒഴിവാക്കിക്കാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നഅമൽ സ്വാലിഹൻ, അതും എങ്ങനത്തത്? ഞങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത മുഴുവൻ നന്മകൾ ചെയ്തു കൊള്ളാമെന്നവൻ അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കും, പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന ആ സമയത്ത് അത് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, 2-3 ചോദ്യങ്ങള്. അവർ ആത്മീയക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നേനെ, ചിന്തിക്കാനും ആലോചിക്കാനുള്ള സമയം തന്നില്ലേ? പോരാ,
പോരാ, പിന്നെന്താ പറഞ്ഞത്? താക്കീതുകാരൻ വന്നില്ലേ? 3 ചോദ്യം ചോദിക്കുന്നത്. എന്താ പറഞ്ഞത്? ഒന്ന്, ആയുസ് തന്നില്ലേ? 2, നിങ്ങൾക്ക് ചിന്തിക്കാനും ആലോചിക്കാനുമുള്ള അവസരം, സമയം തന്നില്ലേ? 3ാമത്തെ ചോദ്യം എന്താ? നിങ്ങൾക്ക് താക്കീതുകാരെ പ്രബോധകന്മാർ വന്നില്ലേ എന്ന. പക്ഷെ അത് പ്രവാചകൻ അക്രമികൾക്ക് അല്ലാതെ സഹായകരാണ്. അവർ അക്രമികളാണ് എന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുസ്, യുവത്വം, സമയം എല്ലാം റബ്ബ് നമുക്ക് നൽകിയിട്ട് അത് തിരിച്ചെടുക്കാൻ ഒരിക്കലും കഴിയാത്ത വിധമുള്ള അവസരം നൽകിയിട്ട് പോലും നമ്മൾ നഷ്ടപ്പെടുത്തിയവരാണ് എങ്കിൽ വഖാലൂർ പറയും കേട്ടിരുന്നെങ്കിൽ, ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ എന്താ പറയാ എല്ലാ നിരക്കും കത്തിയാടിക്കൊണ്ടിരിക്കുന്ന ഈ നരകത്തിൽ നിങ്ങൾ വന്നുപെടുമായിരുന്നില്ല എന്ന് അവളുകൊണ്ട് വിലപിക്കുമെന്നത് കൂടി കൃത്യമായി ഖുർആൻ പറയുന്ന വാചകമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ നാം മനസ്സിലാക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വത്തഖുർ റസൂല മാ ഖദ്ദമത്തിൻ്റെ വദ്. നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചു വെച്ചത് എന്നതിനെ കുറിച്ച് കൃത്യമായി ആലോചിക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതെ, നാളേക്കായി ഒരുക്കമില്ലാത്ത ആരാധനകൾ ദീർഘകാലം നിലനിൽക്കുകയില്ല. അതേ വിശ്വാസികളെ, ആവശ്യത്തോട് ചെയ്ത വിവാദങ്ങളിൽ പലരും കുറച്ചു കാലം പോയപ്പോ പാടെ ഉപേക്ഷിക്കുന്നവര് ആവാൻ കാരണം എന്താണ് എന്നതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കുറെ കാലൊക്കെ നമ്മൾ വിവാദം ചെയ്യും, കുറച്ചൊക്കെ നമ്മൾ ഉപദേശത്തിൽ കേൾക്കുമ്പോ ആദ്യം കുറച്ചൊക്കെ ആലോചിക്കുമ്പോൾ ചെയ്യും, പിന്നെ മെല്ലെ മെല്ലെ എന്താവും, കുറഞ്ഞു പോകും. അങ്ങനെയല്ല റമദാനിലൊക്കെ നമ്മൾ കാണുന്നത്. തുടക്കത്തിലൊക്കെ ഇശാക്കും അതേപോലെ തറാവീഹിലൊക്കെ ഇഷ്ടംപോലെ ആളുകളായിരിക്കും. പകുതിയായി കഴിഞ്ഞാലോ ആവേശം കുറയും. പിന്നെ കൂടി പോയാലോ പറ്റ കുറയുന്ന അവസ്ഥയിലേക്ക് ആളുകള് മാറിപ്പോകുന്ന അവസ്ഥ. എന്തുകൊണ്ടാണ്? ആവേശം മാത്രമാണ്. ആവേശം ഉണ്ടായാൽ പോരാ, അത് അവസാനിക്കുന്നത് വരെയും ആ ആവേശം വിശ്വാസത്തിൽ ഉണ്ടാകണമെന്നാണ് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാദൃച്ഛികമായ ജീവിതമല്ല നയിച്ചിരുന്നത്. അവർ ആരാധനകള് ദിനേനയുള്ളതും ആഴ്ചയിലുള്ളതും മാസങ്ങളിലുള്ളതും വാർഷികമായതുമെല്ലാം ക്രമപ്പെടുത്തി ജീവിച്ചവരായിരുന്നു അവർ. അതെ, റബ്ബ് അങ്ങനെയാണ് ക്രമപ്പെടുത്തി നൽകിയത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തി നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ അത് എത്ര കുറച്ചാണെങ്കിലും ശരി, അത് പതിവായി കൊണ്ട് ചെയ്യാം. അതാണ് അല്ലാഹുവിന് ഇഷ്ടമെന്ന് പഠിപ്പിച്ചത്. ചെയ്യുന്നത് കുറച്ചാവട്ടെ, അത് പതിവായി കൊണ്ട് ചെയ്യാം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടം. കുറച്ചൊക്കെ ചെയ്യാം, പിന്നെ നിർത്താം, പിന്നെ ചെയ്യാം, പിന്നെ നിർത്താം. അങ്ങനെയല്ല, അത് പതിവായി കൊണ്ട് ചെയ്യുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടം എന്ന് കൂടി നമ്മെ പഠിപ്പിക്കുന്നത്. കൊണ്ട് വിശ്വാസികളെ, ഇന്ന് നാം ചിന്തിക്കേണ്ടത് ഇതാണ്. ദൈനംദിന ഇബാദത്തുകളിൽ ശ്രദ്ധയുണ്ടോ? അതേപോലെ തന്നെ പാഴാവുന്നുണ്ടോ? ആഴ്ചത്തോളമുള്ള ഒരു ചിട്ടയുണ്ടോ? പ്രതിഫലം നഷ്ടപ്പെടുന്നുണ്ടോ? മാസത്തോളം നിർവഹിക്കുന്നതിൽ വീഴ്ച വരുന്നുണ്ടോ? വർഷത്തിൽ നിർവഹിക്കേണ്ട വഴി ആവേശമുണ്ടോ? ശ്രദ്ധയുണ്ടോ? അതെ, ഒരു വർഷം പൂർത്തിയായി വരുത്തുമ്പോ റബ്ബിലേക്ക് കൂടുതലെത്തുവോ, അതോ നന്മകൾ വർദ്ധിപ്പിച്ചുവോ, വീഴ്ച വരുത്തിയോ എന്നൊക്കെ പരിശോധിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുകയാണ്. ഇതിന്റെ ഉത്തരങ്ങളാണ് നമ്മുടെ ജീവിതത്തില് അടുക്കും ചിട്ടയും ക്രമവും നൽകുന്നത്. ആഖിറത്തിലേക്കുള്ള ദിശ നിർണയിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഒന്നാമത്തേതായിക്കൊണ്ട് ദിനേനയുള്ള ആരാധനകളാണ്, ദിവസങ്ങളിലുള്ള കർമ്മങ്ങളെ കുറിച്ചാണ്. അത് ഫർദായ സുന്നത്ത നമസ്കാരങ്ങള്, ആരാധനകളിൽ നമസ്കാരത്തെ പറ്റി പറഞ്ഞാട്ടെന്ന് പറഞ്ഞെന്താ? എന്നെ സ്മരിക്കാൻ വേണ്ടിയാണ് എന്ന നീതവും വെറുക്കപ്പെടുന്നതുമായ കാര്യങ്ങളെല്ലാം നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമസ്കാരം എന്ന കർമ്മങ്ങളിലൂടെ ഇല്ലാതെയാകുമെങ്കിൽ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ചിട്ടയായ ആരാധനകള്, ആ 5 നേരത്തെ ഇബാദത്തുകള് സമയബന്ധിതമായി നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതേ റവാത്തിബ് സുന്നത്തുകൾ 12 റക്അത്ത്, ഖിയാമുൽ ലൈൽ, ദുഹാ നമസ്കാരം, ഖുർആൻ പാരായണം, പ്രഭാത പ്രദോഷ ദിക്റുകള്, തൗബ, ഇസ്തിഗ്ഫാർ, അതേപോലെ അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത
ഉണ്ടാവില്ല. ദിനേനയുള്ള ഈ കർമ്മങ്ങളുടെ ഒരു ചിട്ടയും ക്രമവും നമുക്കുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കുന്നതാണ്. അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങള് നോക്കൂ. നിങ്ങള് ദിവസങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഇങ്ങനെയാണ് എങ്കിൽ ആഴ്ചകളിലുള്ളതോ ആഴ്ചകളുടെ പ്ലാൻ എങ്ങനെയാണ്? ആഴ്ചകളുള്ള വിഷയമാണിത്. ഒരാഴ്ച നടക്കുന്ന സംഭവമാണിത്. അത് വെള്ളിയാഴ്ച ദിവസം നടക്കുന്ന വിഷയമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാചകം എന്താ? പ്രവാചകന്റെ ഹദീസിൽ പഠിപ്പിച്ചെടുത്ത ആദ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ചത്, സ്വർഗ്ഗത്തിലാക്കിയത്, സ്വർഗ്ഗത്തിൽ പുറത്താക്കിയത്, അതേപോലെ തന്നെ അതിനാണ് സംഭവിക്കുന്നത് എല്ലാം കൃത്യമായി പറഞ്ഞ ഒരു ദിവസം, വെള്ളിയാഴ്ച ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ പേരിട്ട് പറഞ്ഞ ഒരു ദിവസത്തിന്റെ പേരാണ് ജുമുഅ എന്ന് പറയുന്ന ദിവസം. ആ ദിവസത്തിൽ നോക്കൂ നിങ്ങൾ, പ്ലാനിങ് ഉണ്ടോ? നമുക്ക് നമ്മുടെ പ്ലാനിങ് ശരിയാകുന്നുണ്ടോ? ജുമുഅക്ക് നേരത്തെ എത്തിച്ചേരുന്നുണ്ടോ? അതേപോലെ തന്നെ അത് ഗൗരവമായി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നേരത്തെ എത്തിപ്പെടുക എന്നുള്ളത്, ആ സമയത്ത് എത്തിപ്പെടുക എന്നുള്ളത് അത് നമുക്ക് ഗൗരവമായിക്കൊണ്ട് കാണേണ്ട വിഷയമായിക്കൊണ്ട് പരിഗണിക്കേണ്ടതാണ്. ആഴ്ചയില് ഇത്തരം കർമ്മങ്ങള് പ്ലാനിങ് ഉണ്ടായതാണ് നമുക്ക്. അത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ഒരു വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഗൗരവം മനസ്സിലാക്കി എന്തൊക്കെ കർമ്മങ്ങൾ നമുക്ക് നിർവഹിക്കാനുണ്ട്, എന്തൊക്കെ വിഭാഗങ്ങളുണ്ട്. അന്ന് കുളിക്കുന്ന കുളി പോലും പ്രത്യേകമായ സുന്നത്തിലൂടെയാണ്, ആ ഒരു നിയത്തോട് കൂടെ തന്നെയാണ് കുളിക്കേണ്ടത് എന്നവർ പഠിപ്പിച്ചുകൊണ്ടെങ്കിൽ പ്ലാനിംഗ് ആണ് പ്രധാനപ്പെട്ടത് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തിങ്കളാഴ്ച വ്യാഴാഴ്ചകളുടെ നോമ്പ്, ക്യൂഎച്ച്എസ്സുകള്, ദീനി പഠന ക്ലാസുകള്, കുടുംബ സന്ദർശനങ്ങള്, അല്ലെ, ഇതൊക്കെ വളരെ ആഴ്ചകളിലൂടെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനങ്ങളും മേഖലകളുമായിട്ടാണ് എങ്കിൽ വിശ്വാസികളെ ഇന്ന മിൻ അഫ്ളൽ അയ്യാമിക്കും യൗമൽ ജുമുഅത്തി ഫഅക്സിറു അലയ്യ മിൻ സ്വലാത്തി ഫീഹി ഫഇന്ന സ്വലാത്തക്കും മഅറൂഫത്തുൻ അലയ്യ. സ്വലാത്തിനെ പറ്റി പറഞ്ഞു, വർദ്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. സ്വലാത്ത് ഉള്ളവരാണ് നമ്മൾ. സ്വലാത്ത് കച്ചവടം നമുക്കില്ല, സ്വലാത്ത് ഉള്ളവർ നമ്മളാണ്. സ്വലാത്ത് ബിസിനസ് നമുക്കില്ല എന്ന് മാത്രം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മേഖലയല്ല. സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ചയാണ്. ധാരാളമായി കൊണ്ട് ആ പ്രവാചകന്റെ പേര് സ്വലാത്തിനെ കൊണ്ട് നിറക്കണമെന്ന് കൂടിയായി കൃത്യമായി പഠിപ്പിച്ചുവെങ്കിൽ ആഴ്ച ഇത്ര മാത്രം ഒരു പ്ലാനിങ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ബാധ്യതകൾക്കുണ്ടാവും, ഒരു ചിട്ടയുണ്ടാവും. അതേപോലെ തന്നെ ആഴ്ചകളില് പറഞ്ഞു, അതേപോലെ തന്നെ മാസത്തിലോ അയ്യാമുൽ ബീദ് സുന്നത്താണോ 14-15 ദിവസങ്ങള്. അതേപോലെ തന്നെ ഖുർആനിന്റെ ഒരു പ്രാവശ്യം ഓർത്തിരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ രൂപപ്പെടുത്താൻ കഴിയുന്ന വിഷയങ്ങള് സ്വതക്ക സ്ഥിരമായി കരുതുക, അല്ലെ, ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ മുഴുവനായിക്കൊണ്ട്, അല്ലെ, വിശുദ്ധ റമദാനില് 2, 3, 4, 5, 10 തവണ നമ്മൾ ഖത്തം തീർക്കാറുണ്ടെങ്കിൽ, ഓതി തീർക്കാറുണ്ടെങ്കിൽ ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും ഓതി തീർക്കാൻ പ്രയാസമില്ല എന്നാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ സൂചിപ്പിച്ച പോലെ എന്താണ് അയ്യാമുൽ ബീദ് 13, 14, 15 ദിവസങ്ങളുടെ നോമ്പ്, അല്ലെ, ഈ മാസത്തിൽ നമുക്കുണ്ടായിരുന്നു. നോക്കൂ നിങ്ങള്, അവിടെ ആളുകൾ തെറ്റിദ്ധാരണ എന്താ? 15 മാത്രമായിട്ട് നോമ്പെടുക്കുന്ന ആൾക്കാരെ കാണാം. അതാണ് ബറാത്ത് നോമ്പ് എന്ന് പറയുന്ന. ബറാത്ത് നോമ്പ് നോക്കുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു നോമ്പാണത്. അതിന്റെ പോലീസയും വണ്ണവും അതിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. എന്നിട്ട് ഈ സമൂഹത്തെ കൊണ്ട് വിദ്യാർത്ഥികൾ ചെയ്യിക്കുന്ന ഒരു സമൂഹം. എന്നാൽ എല്ലാ മാസത്തിലും 13, 14, 15 ദിവസം നോമ്പെടുക്കുന്ന ആൾ പ്രേരണ, പ്രോത്സാഹനം അതെവിടെയും കാണുന്നുമില്ല. എന്താണ് വസ്തുതയും? അതെന്താണ്? ഒരു തരം ബിസിനസ് ആയിക്കൊണ്ടാണ്, അത് വിദ്യാർത്ഥിന്റെ മേഖലകളായിക്കൊണ്ടാണ് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്. അതിനെ നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സ്വതക്ക സൂചിപ്പിച്ചു, സ്ഥിരമായി കരുതുക. പാവപ്പെട്ടവര്, അതേപോലെ വ്യാപാരരംഗത്ത് അഭയ കേന്ദ്രങ്ങള്, സാധുക്കളെ സഹായിക്കുന്ന മേഖലകളിൽ എല്ലാം കൃത്യമായി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ ദിവസത്തെ പറ്റി പറഞ്ഞു, ആഴ്ചയെ പറ്റി പറഞ്ഞു, മാസങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഇനി ഒരു വർഷത്തിലോ നോക്കൂ നിങ്ങള്, ഒരു വർഷത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാല് റമദാൻ മാസം, അല്ലെ, വിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. ഏതാനും ദിവസം കൂടി കഴിഞ്ഞാൽ വെളിപ്പാട് അകലെ നിൽക്കുന്നത്. വിശ്വാസികളെ ആ ആരോഗ്യത്തോടു കൂടി, പൂർണ്ണമായി കൊണ്ടും ആഫിയത്തോടു കൂടി ആ വിശുദ്ധ റമദാൻ ധന്യമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശ്വാസികളെ ആലോചിച്ച് നോക്കൂ,
വർഷത്തിൽ അങ്ങനെ വിശുദ്ധമായ റമദാൻ, അതേപോലെ സ്വലാത്ത് തറാവീഹ്, അതേപോലെ ജമാഅത്തായിട്ട് നിർവഹിക്കല്, ലൈലത്തുൽ ഖദർ, അതേപോലെ ഇത്തികാഫ്, അതുപോലെ ഖുർആൻ പാരായണം, അത് ചെയ്ത് പൂർത്തിയാക്കുന്ന കാര്യങ്ങള്, ഇങ്ങനെയുള്ളതെല്ലാം ഒരു വർഷത്തിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ നേടിയെടുക്കാൻ കഴിയുന്ന മേഖലകളായിക്കൊണ്ട് കാണാൻ സാധിക്കും. അതേപോലത്തെ ശഅബാനിലെ അധികരിച്ച നോമ്പുകള്, 10 ദിവസങ്ങള്, അതുകൊണ്ട് നന്മ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങള്, അറഫ നോമ്പ്, മുഹറം 9-10 നോമ്പുകള്, ശവ്വാൽ 6 നോമ്പുകള്, ഹജ്ജ് ഉംറ പോലുള്ള കഴിയുന്ന ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്ന മേഖലകള്, ഇങ്ങനെയുള്ളതുമൊക്കെ ഒരു വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ്. അഥവാ എല്ലാം കൃത്യമായ പ്ലാനും ഉണ്ട് എങ്കിൽ, കരുതലുണ്ട് എങ്കിൽ, ക്രമമുണ്ട് എങ്കിൽ ഈ ഇബാദത്തുകളെല്ലാം ദിവസങ്ങളിലെയും ആഴ്ചകളിലെയും മാസങ്ങളിലെയും വർഷത്തെയും ഒക്കെ നമുക്ക് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പോയാൽ അൽഹംദുലില്ലാഹ് ആ ഒരു വർഷം അവസാനിക്കുമ്പോൾ നമുക്ക് പരിശോധിക്കുമ്പോൾ ഇന്നലകളിലൂടെ കഴിഞ്ഞു പോയപ്പോൾ പരിശോധിക്കാൻ ഒരുപാട് നല്ല നല്ല ഓർമ്മകളും പ്രവർത്തനങ്ങളും എഴുതി വെക്കാൻ കഴിയുമാറുള്ള ഒട്ടനവധി കർമ്മങ്ങള് അതേ ഈ ദിവസങ്ങളിലൂടെ, ആഴ്ചകളിലൂടെ, മാസങ്ങളിലൂടെ, വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കും വിശ്വാസികളെ. അതാണ് നമ്മള് ഏറെ സന്തോഷപൂർവ്വം സ്വീകരിക്കേണ്ട മേഖല. അതല്ലാതെ ഓരോ സന്ദർഭം ലഭിച്ചിട്ടും അത് ഉപയോഗപ്പെടുത്താതെ മാറ്റി വെച്ചിട്ട് എനിക്ക് കുറച്ചുകൂടെ അല്പസമയം നീട്ടിത്തന്നാൽ, ആ സക്കറാത്തിന്റെ ഹാരം കിടക്കുമ്പോ നീട്ടിത്തന്നാൽ എന്ന് പറഞ്ഞ പ്രയോഗമുണ്ടല്ലോ, ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം വിശ്വാസികളെ. അത് വരാതിരിക്കാനാണ് ഇത്രമാത്രം കൃത്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കൊരു പഠിപ്പിച്ചു തന്നുവെങ്കിൽ ഈ പ്ലാനിങ്, ഈ ഒരു ക്രമം, ഈ ഒരു ചിട്ടയായ കാര്യങ്ങള് ഉണ്ടായി കഴിഞ്ഞാൽ അത് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റേതായ വഴിയിലൂടെ കൃത്യമായി നിർവഹിക്കാൻ സാധിക്കും. കച്ചവട രംഗത്ത്, ആരോഗ്യ രംഗത്ത്, പരീക്ഷാ രംഗത്തൊക്കെ കൃത്യമായ പ്ലാനിങ് ഇല്ലാതെ പോയാൽ പരാജയപ്പെടുന്നുവെങ്കിൽ അതേ നമ്മുടെ അമൽ സ്വാലിഹാത്തുകളിലും നമ്മുടെ കർമ്മങ്ങളിലും വിശ്വാസ കാര്യങ്ങളിലുമൊക്കെ കൃത്യമായ ക്രമവും അതേപോലെ തന്നെ എന്താ പറയാ പ്ലാനിങ്ങും ഇല്ലാതെ പോയാൽ എല്ലാം അവതാരത്തിലാകുമെന്ന് മാത്രമല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമൊക്കെ എന്തായിരിക്കും? അധികവും ഇസ്ലാമിലില്ലാത്ത വിദാത്തായ കർമ്മങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാം കൃത്യമായി നമ്മെ പഠിപ്പിച്ച ആരാധന കർമ്മങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് കൃത്യമായ വസ്തുനിഷ്ഠമായ പഠനവും അതേപോലെ തന്നെ ചിന്തയും അതേപോലെ തന്നെയുള്ള അന്വേഷണങ്ങളും നമുക്ക് അനിവാര്യമാണ്. അത് മനസ്സിലായിക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഈ രംഗത്തുള്ള ക്രമവും അതേപോലെ തന്നെ ആ നിലക്കുള്ള കാഴ്ചപ്പാടുകളും നമ്മൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ ഓരോ ദിവസത്തിലെയും, നമ്മുടെ ഓരോ ആഴ്ചയിലെയും, നമ്മുടെ മാസത്തിലെയും, ഒരു വർഷത്തെയും കർമ്മങ്ങളെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അതിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കേണ്ടതും, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും അതേപോലെ തന്നെ പ്രാർത്ഥിക്കേണ്ടതും. അതോടൊപ്പം തന്നെ ചെയ്യുന്ന പ്രവർത്തി എത്ര തുച്ഛമാണെങ്കിലും ചെറുതാണെങ്കിൽ പോലും അത് പതിവായി ചെയ്യുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടം എന്നതുകൂടി നാം മനസ്സിലാക്കി അങ്ങനെ ഈ കർമ്മങ്ങളെല്ലാം അതിൻ്റെതായ സന്ദർഭങ്ങളിലൂടെ, സമയങ്ങളിലൂടെ അവസരം ലഭിക്കുമ്പോൾ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നാം മനസ്സിലാക്കുക. അങ്ങനെയുള്ള അഥവാ നന്മകൾ ഉണ്ടടക്കുന്ന, മുന്നേറുന്ന, അതേപോലെ ആവേശം കാണിക്കുന്ന ഒരു ഉമ്മത്തായി, ഒരു സമൂഹമായി, വിശ്വാസികളായി തീരാനാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമ്മുടെ കർമ്മങ്ങളെ ചിട്ടയോടെ, അവധാനതയോടെ, അതോടൊപ്പം തന്നെ കർമ്മപ്രവൃത്തമായി കൊണ്ട് അതേപോലെ തന്നെ താളം തെറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന അതേപോലെ തന്നെ ആ നിലയ്ക്ക് പ്രവർത്തനങ്ങളെ സജ്ജീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകൾ, അതോടൊപ്പം തന്നെ പ്രവർത്തിച്ച് മുന്നേറുന്ന യഥാർത്ഥ മുഅ്മിനുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറുഹു. Alhamdulillahi rabbil alamin wal aqibatu lil muttaqin wala udwana illa 'alal zalimin. Wassalatu wassalamu ala rasulil karim wa ala alihi wa sahbihi ajma'in. Amma ba'd. Ittaqullaha ibadallah muslikum sanin bittaqwa. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിയെ കൂടുതൽ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക. വിശ്വാസികളെ, റമദാനാണ് അടുത്തു വന്നുകൊണ്ടിരിക്കുന്നത്.
അവിടെ നമുക്ക് നന്നായി ഒരു പ്ലാൻ ഉണ്ടാവണം. കാരണം വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം, പിശാചുക്കളെ ചങ്ങലക്കിടുന്ന മാസം, നരക കവാടങ്ങൾ പൊട്ടിയടക്കപ്പെടുന്ന മാസം, കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം, ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്ന, നന്മയിലേക്ക് വിളിക്കപ്പെടുന്ന, നരകം പോലെ സാധ്യമാകുന്ന, 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള എഴുത്തുകൾക്ക് ഉൾപ്പെടുന്ന, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന, ക്ഷമയുടെ പാപങ്ങൾ കൊടുക്കപ്പെടുന്ന, ഏറ്റവും വിലപ്പെട്ട ദാനധർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന, സ്വർഗത്തിലേക്ക് നയിക്കും കർമ്മങ്ങൾ ധാരാളമുള്ള, ആരാധന കഠിനാധ്വാനം ചെയ്യപ്പെടുന്ന, ഇങ്ങനെ ഒട്ടേറെ പാടുകളുണ്ട്. അപ്പൊ നമ്മൾ ഒരുക്കം നമുക്ക് ആവശ്യമാണ്. റമദാനുകൾ നല്ല ഒരുക്കം. ഇന്നലെ സൂചിപ്പിച്ച പോലെ ആ റമദാൻ തൊട്ടുകൂടെ മാസത്തില് നമ്മളൊക്കെ ഒരുങ്ങുന്ന ഒരുക്കണ്ടല്ലോ, അതിനേക്കാൾ ഉപരി ആത്മീയമായ ഒരു ചൈതന്യത്തോടു കൂടി ആ വിശുദ്ധ റമദാൻ സ്വീകരിക്കുക. റമദാൻ മാത്രമായി ഒരു പ്രത്യേകമായ ഒരുക്കമല്ല, അതിന് മുമ്പേ നമുക്ക് ഒരുങ്ങാൻ കഴിയണം. അതിലെല്ലാം ഒരുക്കാൻ നമുക്ക് സാധിക്കും. യാത്രക്ക് പോകുമ്പോ തന്റെ വാഹനത്തിന്റെ എല്ലാം പരിശോധിക്കും. വാഹനം കണ്ടീഷനാണോ, അതിൽ പെട്രോൾ ഉണ്ടോ, ഡീസൽ ഉണ്ടോ, ടയറും കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ ചെക്ക് ചെയ്യും. എല്ലാം നോക്കിയിട്ട് നമ്മൾ ആ വാഹനം എടുക്കാറുള്ളൂ. ഒരു യാത്രക്ക് ഒരുങ്ങുമ്പോ അതിനാവശ്യമായ യാത്രാ സാമഗ്രികളെല്ലാം നമ്മൾ ഒരുക്കാറുണ്ട്. എല്ലാം ഒരുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, ഡേറ്റും കാര്യങ്ങളൊക്കെ എല്ലാം നിശ്ചയിച്ച് അതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി നമ്മൾ പുറപ്പെടാറുള്ളത്. വിശുദ്ധ റമദാനിലേക്ക് കടക്കുന്നതിന് മുമ്പായതുകൊണ്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കണം, നാം നമ്മുടെ ജീവിതത്തില് ആരോടൊക്കെ എങ്ങനെയൊക്കെ പണങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ തെറ്റ് നടക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റമദാനിലേക്ക് കടക്കുന്നത് ആവശ്യത്തോടു കൂടി ആ റമദാനെ നോമ്പത്താഹു സ്വീകരിക്കുമെന്ന് ഉറപ്പാണ് നമുക്കുള്ളത്. ബന്ധങ്ങള് വളർത്തി ചേർക്കണം, അയൽവാസികളുടെ ബന്ധങ്ങൾ വളർത്തി ചേർക്കണം. കൂട്ടുകാർ തമ്മിലുള്ള അല്ലെ, നമ്മൾ ആലോചിച്ച് നോക്കി, ഭാര്യ ഭർത്താവും തമ്മില്, അമ്മോച്ചനും അമ്മായിന്റെയും അതേപോലെ മരുമക്കളും തമ്മില്, നാട്ടുകാർ തമ്മില് എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്, ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ വിശുദ്ധ റമദാനിലേക്ക് കടന്നിട്ട് ആ നോമ്പുകൊണ്ട് എന്ത് നേട്ടമാണ് നമുക്കുണ്ടാവുക. അതുകൊണ്ട് വിശ്വാസികളെ നല്ലൊരു ഒരുക്കം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ സക്കാത്തുമായി ബന്ധപ്പെട്ടുമൊക്കെ അത് കൃത്യമായി നോമ്പ് അഥവാ എന്തൊക്കെ ആവശ്യമാണ്, ഷഹാദത്ത്, നമസ്കാരം, സക്കാത്ത് കഴിഞ്ഞിട്ടാണ് നോമ്പ്. ഈ സക്കാത്ത് കൊടുക്കാൻ നമ്മൾ വിശുദ്ധ റമദാനിലേക്ക് കടക്കുകയാണെങ്കിലോ ഒരു കാര്യമില്ല. പക്ഷെ നമ്മളൊക്കെ അധികവും എല്ലാ കാര്യങ്ങളും കാര്യമായി ചെയ്യാറുള്ളത് ഈ സക്കാത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് റമദാനില്ല കുറച്ചുകൂടി കൂടി പ്രതിഫലം ലഭിക്കട്ടെ എന്ന അടിസ്ഥാനത്തില്. നമ്മളൊരു ബിസിനസ് തുടങ്ങിയത് ഷാബാനിലാണെങ്കിൽ അത് അക്ടോബർ ഷാബാൻ വരുമ്പോഴാണ് അതിന്റെ വാർഷിക കണക്ക് നമ്മൾ കണക്കാക്കേണ്ടത്. ഏത് മേഖലയിൽ ഒരു തൊഴിൽ ശമ്പളം കിട്ടാനാണെങ്കിൽ ഏത് മാസത്തിൽ തുടങ്ങിയത് അത് അടുത്ത വർഷത്തിന് ആ മാസം വരുമ്പോ അതിന്റെ വാർഷിക വരുമാനം കണക്കാക്കി ചെലവ് കഴിഞ്ഞ് മിച്ചപ്പെടുന്നതിന് സക്കാത്ത് കൊടുക്കണം. അത് റമദാൻ കാത്തിരിക്കാനുള്ളതില്ല. വിശ്വാസികള് അതിൽ ഓരോന്നും കൃത്യമായ ക്രമവും സമയവും നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഭയങ്കര ആദ്യ സ്വർണത്തിന് വില കൂടി അല്ലെ, സ്വർണത്തിന് വില കൂടി എന്ന് നമുക്ക് വല്ലാത്തൊരു ആദ്യം. എന്നാ ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ആദ്യം എവിടെ ഉണ്ടായിരിക്കേണ്ടത്, ആദ്യം ഉണ്ടായിരിക്കേണ്ടത് ഏത് മേഖലയിലാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കി, 10 ദിവസങ്ങൾക്ക് മുമ്പ് സ്വർണത്തിന് പവന് 1,31,160 രൂപയായിരുന്നു. ആ കണക്ക് പ്രകാരം 10 പവൻ ഉള്ളയാൾ എന്ത് ചെയ്യണം? 34,430 രൂപ സക്കാത്ത് കൊടുക്കണം. 10 പവന് ആ ഓരോ കണക്കിങ്ങനെ പറയുന്നുണ്ട്. 20 പവനുള്ള ആള് ഇങ്ങനെ 30 ഓരോരുത്തർ 100 പവൻ എത്തിക്കഴിഞ്ഞാലോ അയാൾ കൊടുക്കേണ്ട സക്കാത്തിന്റെ കണക്ക് ഇപ്പൊ താഴെ കൊടുക്കുകയാണെങ്കിൽ 3,27,900 രൂപ അയാൾ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ഊരിനകത്ത് ഉള്ള സഹോദരിമാര്, ഭാര്യമാര്, മക്കളുടെ ഒക്കെ മൊത്തമൊട്ട് കണക്കൂട്ടി നോക്കിയാല് എത്രമാത്രം കൊടുക്കാനുണ്ടാവും നമ്മള്. ആ വേവലാതിയും ആ ആദ്യം നമുക്കില്ല. സ്വർണത്തിന്റെ വില കൂടെ ആദ്യം പേടിയും ബേജാറുമാണ് നമുക്കുള്ളത് എങ്കിൽ ഉള്ളതിൽ നിന്ന് നമുക്ക് സക്കാത്ത് കൊടുക്കാൻ കഴിഞ്ഞോ എന്ന ആദ്യം വേവലാദ്യമാണ്, അത് പ്രയാസങ്ങളാണ്. വിശ്വാസികളെ നമ്മൾ പരിശോധിക്കേണ്ടത്. അതെ, നമ്മൾ വിലയിരുത്തണം. സ്വർണത്തിന് വില കൂടുമ്പോൾ നമുക്ക് കേരളം ബേജാറത, മക്കളെ കല്യാണം വരുമ്പോ ഇതൊക്കെ എങ്ങനെ കൈ കൊടുക്കാൻ കഴിയുന്ന
എങ്കിൽ ഉള്ളതിൽ നിന്ന് സക്കാത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ട വിഷയം. പ്രവാചകന്റെ സ്വന്തം കാലത്ത് ഒരു സഹോദരി സ്ത്രീ ഇങ്ങനെ കയ്യും ആഭരണ കയ്യും വളർന്ന് അത് കണ്ടപ്പോൾ ചോദിച്ചു സക്കാത്ത് കൊണ്ട് വെച്ചു ഇല്ലായിരുന്നു എങ്കിൽ നാളെ പരലോകത്ത് ഇത് ചുട്ടുപഴുപ്പിച്ച് തന്റെ കയ്യും അണിയുന്നത് ഇഷ്ടപ്പെടുന്നത് വെച്ചപ്പോ ആ വളാവസാനം ഓടി വെച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കി. അവർക്ക് ആദ്യം വേദനം അങ്ങനെയായിരുന്നു. അങ്ങനത്തെ ഒരു ആഭരണം എനിക്ക് വേണ്ട, സക്കാത്ത് കൊടുത്തില്ലേ, അത് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി സൂറത്തുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാത്ത ആളുകൾ അല്ലെ കൃത്യമായി പഠിപ്പിച്ചു. അവർ പാർശ്വം വെച്ചുകൊണ്ട് അനുഭവിച്ചു എന്ന് പറഞ്ഞില്ലേ, അനുഭവിച്ചുകൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം പഠിപ്പിച്ച് അല്ലെ നാളെ നമ്മുടെ ശത്രു ഓർക്കുന്നതിനെ കുറിച്ച് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന വരികള് ആയത്തുകള്. അപ്പൊ സ്വർണത്തിന്റെ വില കൂടുതലല്ല, ഉള്ള നമ്മുടെ കൈകളിന് സക്കാത്ത് കൊടുക്കുന്നത് ആദ്യമായിരിക്കണം വിശ്വാസികളെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. വിശുദ്ധ റമദാൻ മുമ്പായിക്കൊണ്ട് എല്ലാം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കണം. ആരോടും പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, ദേശമില്ലാത്ത, അതേപോലെ തന്നെ ഇന്ന് എന്തൊക്കെയാണ് ഫേസ്ബുക്കിലും അതേപോലെ വാട്സപ്പിലും ഓരോരുത്തരെ പറ്റി തല്ലുകൊള്ളുന്ന ആലോചനകൾ, ഓരോരുത്തരെ പറ്റി തല്ലുകൊണ്ടുകൊണ്ടിരിക്കാം. എവിടൊക്കെ ഏതൊക്കെ സൂചിപ്പിക്കേണ്ടതില്ല. നമ്മുടെ മഹല്ല ആൾക്കാരനെ അത് നമ്മൾ പള്ളിയെ ഉപയോഗിക്കുന്നു, അവിടുത്തെ ഹത്തീമിനെ ഉപയോഗിക്കുന്നു, എന്നിട്ട് വേണ്ടാത്ത പലതും ഫേസ്ബുക്കിലിട്ട് ആനന്ദിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, അങ്ങനെ ആനന്ദിക്കുന്നവർ, മനസ്സിൽ പകരം വിദ്വേഷം വെച്ച് നടക്കുന്നവർ, ഇത് റമദാൻ ഉണ്ടായിക്കൊണ്ട് റമദാനുകൂടല്ല ആ സ്റ്റോക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതാണ്. എന്നിട്ട് ആ വിശുദ്ധ റമദാൻ സ്വീകരിക്കുമ്പോഴാണ് അതിന്റെ പങ്കുതിയും അതിന്റെ ഭംഗിയും അതിന്റെ ആസ്വാദനവും നമുക്ക് ലഭിക്കുക. വിശ്വാസികളെ, അങ്ങനെ ഒരു മനസ്സുമായിക്കൊണ്ട് ആരോടും ഒരു നിലക്കും, കുടുംബത്തിൽ ആരോടും ഒരു നിലക്കുമുള്ള വൈരാഗ്യപരമായിട്ടുള്ള ഒന്നുമില്ലാതെ ആരോടും ഉണ്ടാകാൻ നടക്കല്ലേ, എല്ലാവർക്കും നല്ല നിലയ്ക്ക് ചേർന്ന് എല്ലാവരുമായിക്കൊണ്ട് ഏകോദര സഹോദരങ്ങളായി ആരോടൊക്കെ എന്തൊക്കെയുള്ളതെല്ലാം പൊറപ്പിച്ച് ആ വിശുദ്ധ റമദാനിൽ കടക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ആ നോമ്പിനെ അർത്ഥവത്തായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. അതിനുവേണ്ടി നാം പരിശ്രമിക്കുക. വിശുദ്ധ റമദാനിന്റെ നോമ്പുകളെ ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തേണ്ട അവസരങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കുക. അറിഞ്ഞുകൊണ്ട് ഇബാദത്തുകളെ സമീപിക്കുക. ആ മാസത്തെ നാം അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുക. അങ്ങനെ കർമ്മങ്ങളിലേക്ക് ശരിയായി നല്ല പ്ലാനിങ്ങോടുകൂടി ക്രമപ്രവൃത്തമായി കൊണ്ട് നീങ്ങിയാൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അടുപ്പും ചിട്ടയുണ്ടാവും, കൃത്യനിഷ്ഠയുണ്ടാവും, സമയബന്ധിതമായി കർമ്മങ്ങൾ ചെയ്യും, അല്ലാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലാകാൻ നമ്മൾ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കർമ്മങ്ങളിലൂടെ കടന്നു പോകാൻ, പതിവായി കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ നീങ്ങാൻ നാം ശ്രമിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കർമ്മങ്ങളും അത് അറിഞ്ഞുകൊണ്ട് മനസ്സിലായിക്കൊണ്ട് മനസ്സിൽ തട്ടി ഇഖ്ലാസോടുകൂടി നിർവഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു അവന്റെ മഹത്തായ ഫضل കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്ന അല്ലാഹു പരിപൂർണമായ ശിഫയും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ ഉടമകളുടെ അല്ലാഹു മാഫത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരെ നമ്മെ കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വ ഖാദിൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أحينا بالكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها مولاها يا رب العالمين. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا مريضا إلا شفيته ولا حاجة من حوائج الدنيا والآخرة إلا قضيتها بفضلك وكرمك يا أكرم الأكرمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا
ربنا إنك رؤوف رحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد